ബുദ്ധിമുട്ടി പഠിക്കുന്നവരാണോ അതോ ബുദ്ധിപൂർവം പഠിക്കുന്നവരാണോ വിജയിക്കുക? നിങ്ങൾ മാസങ്ങളോളം ഉറക്കമൊഴിഞ്ഞു പഠിച്ചിട്ടും പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ചോദ്യങ്ങൾ കണ്ട് പകച്ചുപോകാറുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പരീക്ഷയ്ക്കു വേണ്ടിയല്ല, മറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. 2026ലെ കേടെറ്റ് പരീക്ഷ ഒരു വെറും എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമല്ല, അതൊരു ഇന്റലിജൻസ് ടെസ്റ്റായി മാറിയിരിക്കുകയാണ്. പഴയ റാങ്ക് ഫയലുകൾ മനഃപ്പാഠമാക്കുന്ന കാലം കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ്ങും കൊണ്ട് നിറഞ്ഞ ഈ പുതിയ കടമ്പ എങ്ങനെ എളുപ്പത്തിൽ മറികടക്കാം? മറ്റാരും ശ്രദ്ധിക്കാത്ത ആ പാറ്റേൺ ബ്രേക്കർ ടിപ്സ് എന്തൊക്കെയാണ്? കൃത്യമായ പ്ലാനിങ്ങോടെ ഇത്തവണ തന്നെ കേടെറ്റ് നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ചോക്ക് ഡ്രീംസിലേക്ക് സ്വാഗതം. നിങ്ങൾ കേടെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫെബ്രുവരി 2026ലെ കേടെറ്റ് പരീക്ഷാ ഘടനയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാറ്റേൺ വിശകലനം. ഏതൊരു യുദ്ധത്തിനും ഇറങ്ങുന്നതിനു മുൻപ് ശത്രുവിന്റെ ബലഹീനത അറിയണം. പരീക്ഷയിലെ പുതിയ ശത്രു ചോദ്യങ്ങളുടെ ഘടനയാണ്. നമുക്ക് ഈ പുതിയ ഘടനയെ വിശദമായി വിശകലനം ചെയ്യാം. 1. പ്രസ്താവനയും കാരണവും. ആദ്യമായി നമ്മൾ കണ്ട വലിയ മാറ്റം പ്രസ്താവനയും കാരണവും ചോദ്യങ്ങളുടെ അതിപ്രസരമാണ്. ഇത് സാധാരണ വൺ ലൈനർ ചോദ്യങ്ങളല്ല. ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും നൽകും. എ ശരിയാണ്, ആർ തെറ്റാണ്, എയുടെ ശരിയായ വിശദീകരണമല്ല ആർ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. വെറുതെ ഒരു ഫാക്ട് പഠിച്ചതുകൊണ്ട് ഇവിടെ കാര്യമില്ല. ഒരു തത്വം പഠിക്കുമ്പോൾ അതെന്തുകൊണ്ട് ശരിയാണ് എന്ന ആഴത്തിലുള്ള അറിവ് പരീക്ഷിക്കപ്പെടുന്നു. ഇത്തവണ 20% അധികം ചോദ്യങ്ങളും ഈ രീതിയിലാണ് വന്നത്. രണ്ടാമതായി, മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ. മുൻപ് ഒരു സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത് എന്ന് നേരിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ 4 സിദ്ധാന്തങ്ങളും അത് ആവിഷ്കരിച്ച 4 പേരും നൽകി ലിസ്റ്റ് മാച്ച് ചെയ്യാൻ പറയുന്നു. ഇത് നിങ്ങളുടെ അറിവിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ സമയം അപഹരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ്. ഇത് വളരെ വേഗത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ സ്മാർട്ട് സ്റ്റഡി പ്ലാനിൽ പറയാം. മൂന്നാമത്തെ വില്ലൻ നെഗറ്റീവ് ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്, അല്ലാത്തതേത്, ഒഴികെ തുടങ്ങിയ വാക്കുകൾ ചോദ്യത്തിന്റെ അവസാനം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും. ചോദ്യം മുഴുവനായും വായിക്കാതെ ഉത്തരം നൽകുന്ന 50% പേരും ഇവിടെ തെറ്റായ ഉത്തരം രേഖപ്പെടുത്തുന്നു. ഇത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. സൈക്കോളജിയും പെഡഗോഗിയും. ഇനി നമ്മുടെ പ്രധാന മാർക്ക് സ്കോറിംഗ് ഏരിയയായ സൈക്കോളജിയിലേക്കും പെഡഗോഗിയിലേക്കും വരാം. ഇവിടെയുള്ള മാറ്റങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ അഥവാ സിദ്ധാന്തങ്ങളുടെ പ്രയോഗം. പഴയ റാങ്ക് ഫയലുകളിൽ സിദ്ധാന്തങ്ങളുടെ പേരും ശാസ്ത്രജ്ഞരുടെ പേരും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 2026ലെ പരീക്ഷയിൽ ചോദിക്കുന്നതിങ്ങനെയാണ്: ഒരു ക്ലാസ് റൂമിൽ കുട്ടി കൂട്ടുകാരോട് സഹകരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പിയാഷെയുടെ ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? കണ്ടോ, സിദ്ധാന്തത്തിന്റെ പേര് പഠിക്കുന്നതിനു പകരം ഒരു ക്ലാസ് റൂം സാഹചര്യം നൽകി അവിടെ അത് പ്രയോഗിക്കാൻ നിങ്ങളെ പരീക്ഷിക്കുന്നു. ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് വിശദമായി. മുൻപ് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരുന്ന ചില ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തവണ കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം. ഭിന്നശേഷിയുള്ള കുട്ടികളെ എങ്ങനെ സാധാരണ കുട്ടികളോടൊപ്പം പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതലാണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് അഥവാ പഠനത്തിനായുള്ള വിലയിരുത്തൽ. വെറുതെ പരീക്ഷ നടത്തുന്നതിനു പകരം പഠനപ്രക്രിയയ്ക്കിടയിൽ കുട്ടിയെ എങ്ങനെ വിലയിരുത്താം എന്ന ഭാഗം വളരെ പ്രാധാന്യത്തോടെ പഠിക്കണം. വിദ്യാഭ്യാസത്തിലെ ICT. ഡിജിറ്റൽ യുഗത്തിലെ പഠനരീതികളെക്കുറിച്ച്, ഉദാഹരണത്തിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സയന്റിഫിക് ബ്ലോഗുകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. പുതിയ ആശയങ്ങൾ. സൈക്കോളജിയിൽ പിയാഷെ, വൈഗോട്സ്കി, പാവ്ലോവ് എന്നിവരെ മാത്രം പഠിച്ചാൽ പോരാ. ഇത്തവണ ബ്രൂണറുടെ കണ്ടെത്തൽ പഠനവും നോം ചോംസ്കിയുടെ ഭാഷാബോധനവും എന്നിവയിൽ നിന്ന് ആഴത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പുസ്തകങ്ങളിലെ മാറ്റവും 40% പ്രൂഫും. ഇതാണ് നിർണായകമായ കാര്യം. പാഠ്യപുസ്തകങ്ങളാണ് നിങ്ങളുടെ വിജയം. പഴയ റാങ്ക് ഫയലുകളോ നോട്ടുകളോ കൈവശമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിലെ കേടെറ്റ് പരീക്ഷയിലെ ഏകദേശം 40%-ലധികം ചോദ്യങ്ങളും നേരിട്ട് വന്നിരിക്കുന്നത് പുതിയ SCERT, NCERT റിവിഷനുകളിൽ നിന്നാണ്. നിങ്ങൾ പരിസ്ഥിതി പഠനമോ സയൻസോ സോഷ്യൽ സയൻസോ പഠിക്കുമ്പോൾ പഴയ വിവരങ്ങൾ മാത്രം പോരാ. പുതിയ കണ്ടുപിടുത്തങ്ങളും ഭരണഘടനാപരമായ പുതിയ മാറ്റങ്ങളും പുതിയ സ്കൂൾ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അത് ചോദ്യങ്ങളിൽ പ്രതിഫലിച്ചു. പുസ്തകങ്ങളിലെ ഓരോ പാഠഭാഗത്തിന്റെയും അവസാനമുള്ള സമ്മറി അഥവാ സാരാംശം കൃത്യമായി വായിക്കുക. അതിലെ വരികൾക്കിടയിൽ നിന്നാണ് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നത്. ഒരു ടിപ്പ്: ഓരോ പാഠഭാഗത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അഥവാ ആക്ടിവിറ്റീസ് നിങ്ങൾക്കറിയാമോ അഥവാ ബോക്സ് ഇൻഫർമേഷൻ എന്നിവ ഒരിക്കലും ഒഴിവാക്കരുത്. പുതിയ പാറ്റേൺ അനുസരിച്ച് ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സ്മാർട്ട് സ്റ്റഡി പ്ലാനും വിജയിക്കാനുള്ള 5 ടിപ്സും. അപ്പോൾ ചോദ്യമിതാണ്: ഈ പുതിയ മാറ്റങ്ങളെ എങ്ങനെ മറികടക്കാം? നിങ്ങൾക്കുപകാരപ്പെടുന്ന പ്രായോഗികമായ 5 ടിപ്സ് ഇതാ. 1. എലിമിനേഷൻ മെത്തേഡ് അഥവാ ഒഴിവാക്കൽ രീതി. ഒരു ചോദ്യത്തിന് ഉത്തരമറിയില്ലെങ്കിൽ ആദ്യം അതിലെ ഏറ്റവും തെറ്റായ ഓപ്ഷനുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ വിജയസാധ്യത 25% നിന്ന് 50% ഉയർത്തും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലും മാച്ച് ദ ഫോളോയിങ്ങിലും ഇത് വളരെ ഫലപ്രദമാണ്. 2. സെൽഫ് നോട്ട്സ്. മറ്റൊരാളുടെ നോട്ട്സ് വായിക്കുന്നതിനു പകരം പാഠ്യപുസ്തകം വായിച്ച് സ്വന്തമായി നോട്ട്സ് തയ്യാറാക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. 3. കൺസെപ്റ്റ് മാപ്പിംഗ്. ഓരോ ടോപ്പിക്കും ഒരു കഥ പോലെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു സിദ്ധാന്തം പഠിക്കുമ്പോൾ അതിന്റെ പ്രായോഗിക രൂപം മനസ്സിൽ കാണുക. 4. ഭാഷാ പെഡഗോഗി. മലയാളം ഇംഗ്ലീഷ് പെഡഗോഗിയിൽ ഗ്രാമറിനേക്കാൾ ഉപരിയായി ഭാഷാബോധന രീതികൾക്ക് മുൻഗണന നൽകുക. എങ്ങനെ ഒരു കുട്ടി ഭാഷ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 5. പുതിയ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ. പുതിയ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ചാനലിലുള്ള മോക്ക് ടെസ്റ്റുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർത്തുക: പരീക്ഷാ ഹാൾ എന്നത് നിങ്ങളുടെ അറിവ് അളക്കുന്ന ഇടം മാത്രമല്ല, നിങ്ങളുടെ ക്ഷമയും ബുദ്ധിശക്തിയും അളക്കുന്ന ഇടവുമാണ്. കേട്ടറ്റ് പരീക്ഷ ഒരു കടമ്പയല്ല, കൃത്യമായ പ്ലാനിങ്ങും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാവുന്ന ഒന്നാണ്. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ പഠനരീതി മാറ്റുക. ഈ യാത്രയിൽ ചോക്ക് ഡ്രീംസ് എന്നും കൂടെയുണ്ടാകും. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കേട്ടറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സിലബസിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകളും മോക്ക് ടെസ്റ്റുകളും മുൻവർഷ ചോദ്യങ്ങളും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവ നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പിന് ഏറെ ഉപകരിക്കും. പുതിയ രീതിയിൽ ഓരോ വിഷയവും എങ്ങനെ പഠിക്കാം എന്നും മാറിയ രീതിയിലുള്ള ചോദ്യങ്ങളും വരും വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. പഠനം തുടരുക, ആത്മവിശ്വാസം കൈവിടരുത്. നിങ്ങളുടെ വിജയയാത്രയിൽ ചോക്ക് ഡ്രീംസ് എന്നും കൂടെയുണ്ടാകും. ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്.